പാക്ക് ചെയ്ത് കഴിഞ്ഞോ? ഇറങ്ങിയാലോ? അപ്പോ എല്ലാം അവസാനിച്ചു അല്ലേ? നമ്മൾ തമ്മിൽ വഴക്കൂടിയതും ചിരിച്ചതും ഇവിടെ ഒരു കുടുംബം പോലെ കഴിഞ്ഞതും എല്ലാം ഞാൻ ഈ പടിയിറങ്ങുന്നതോടെ വെറും ഓർമ്മകൾ മാത്രമാവുമല്ലേ? ഇനിയൊന്നും പഴയതുപോലെ ആവില്ലല്ലേ? എന്താ പാറു ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ കൂടുതൽ വിഷമിപ്പിക്കാൻ നോക്കുകയാണോ? ഞാൻ പറഞ്ഞ സത്യല്ലേ? ഞാൻ ഈ വീട് വിട്ടിറങ്ങിയാല് പിന്നെ ഒരു മടങ്ങി വരവ് ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും കരുതണ്ട. പാറുവിനെന്നും എന്റെ മനസ്സിലും ഈ വീട്ടിലും ഒരു സ്ഥാനം ഉണ്ടാവും. അത് മാറാൻ പോകുന്നില്ല. എല്ലാം മാറും. 3 മാസം മുൻപ് ഞാൻ കണ്ട പ്രിയൻ ചേട്ടനല്ല ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്ന. 3 മാസത്തില് ഇത്രയും മാറിയ ആള് 3 വർഷം കഴിഞ്ഞ് എന്നെ മറന്നാലും അത്ഭുതമില്ല. ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെലവഴിച്ച നിമിഷങ്ങള് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ദർശനയും അമ്മയും പ്രിയൻ ചേട്ടനും എനിക്ക് എന്റെ കുടുംബത്തെ പോലെ തന്നെയാ. നിങ്ങളൊക്കെ പിരിയണമെന്ന് ചിന്തിക്കുമ്പോ ഉള്ളിന്റെ ഉള്ളില് ഞാൻ തകരുക. പ്രിയൻ ചേട്ടാ, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവരുത്. പോവില്ല. നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. ഈ ജീവിതകാലം മുഴുവനും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. പ്രിയൻ ചേട്ടാ, പാറു. പ്രിയൻ ചേട്ടാ. ആരാ? ഞാനാ. പാറു, ഞങ്ങളെ വിട്ടു പോവല്ലേ? ഞാനൊരു ഭാഗ്യമില്ലാത്തവളാ. എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടു. കൂടുതൽ അടുത്ത് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ചേട്ടനും എന്നെ വിട്ടു പോവാ. പാറുവിനെ ഞാൻ ഈ വീട്ടിലൊരു അംഗമായി കാണാൻ തുടങ്ങിയതാ. ഇപ്പൊ പാറു മനസ്സിൽ ആർക്കെങ്കിലും ഇടം നൽകാൻ ഇപ്പൊ എനിക്ക് പേടിയാ. അവരെ എനിക്ക് നഷ്ടപ്പെടില്ലേ? കരയിലെ ദർശനെ, നിന്റെ ചേട്ടൻ അമ്മയെ നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടാ പോകുന്നത്. അമ്മയെ നീ നന്നായിട്ട് നോക്കണം. ധൈര്യമായിട്ടിരിക്കെ. നമുക്ക് പോവാൻ സമയമായി. നീ ഒറ്റയ്ക്കാണെന്ന് തോന്നല് വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത്. ഞാൻ ഓടിയെത്തും. ഗന്ധർവൻ എനിക്ക് തന്ന സാധനങ്ങള് തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ?